റയലിന്റെ നക്ഷത്രക്കൂട്ടത്തിലേക്ക് കിലിയൻ എംബാപ്പെ കൂടിയെത്തുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഈ സീസണൊടുവിൽ ഫ്രഞ്ച് ക്ലബ്ബ് PSG വിടുമെന്ന് എംബാപ്പെ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. തന്റെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവച്ച വീഡിയോയിലാണ് എംബാപ്പെ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതോടെ വരുന്ന സീസണിൽ താരം സ്പാനിഷ് ക്ലബ്ബ് റയൽ മാഡ്രിഡിനായി കളിക്കുമെന്ന് ഏകദേശം ഉറപ്പായി. ഫ്രഞ്ച് ക്ലബ്ബായ PSG താരത്തിന്റെ കരാർ ഈ ജൂണിലാണ് അവസാനിക്കുന്നത്. റയൽ മാഡ്രിഡുമായി എംബാപ്പെ നേരത്തെ തന്നെ ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. PSG താരത്തിന്റെ അവസാന മത്സരം കഴിയുന്നതോടെ റയൽ എംബാപ്പയെ ടീമിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്തും. എംബാപ്പയ്ക്ക് PSG ലഭിക്കുന്ന പ്രതിഫലത്തേക്കാൾ കുറവായിരിക്കും റയലിൽ ലഭിക്കുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ. നിലവിൽ യൂറോപ്പിൽ ഒരു ഫുട്ബോൾ താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പ്രതിഫലമാണ് PSG എംബാപ്പയ്ക്കായി നൽകുന്നത്. ഇത്രയും ഉയർന്ന വേതനം നൽകാൻ റയൽ തയ്യാറല്ല. എന്നാൽ വേതനം കുറച്ച് സ്പാനിഷ് ക്ലബിന്റെ ഭാഗമാകാൻ എംബാപ്പെ സമ്മതിക്കുകയായിരുന്നു. എംബാപ്പയെ ടീമിലെത്തിക്കാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി റയൽ ശ്രമം നടത്തുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ അവർ താരവുമായി കരാറിന്റെ തൊട്ടടുത്തെത്തിയിരുന്നു. താരത്തെ PSG തന്നെ നിലനിർത്താൻ അന്ന് ഉടമകൾ എല്ലാ ശ്രമങ്ങളും നടത്തി. ഇതിനിടെ ഫ്രീ ട്രാൻസ്ഫറിൽ ക്ലബ്ബ് വിടാനുള്ള എംബാപ്പയുടെ നീക്കം താരവും PSG തമ്മിലുള്ള തർക്കങ്ങളിലേക്കും നയിച്ചു. ഒടുവിൽ അവസാന നിമിഷം PSG ഉയർന്ന തുകയ്ക്ക് പുതിയ കരാർ നൽകി താരത്തെ ക്ലബ്ബിൽ തന്നെ നിർത്തുകയായിരുന്നു. 2017 മൊണാക്കോയിൽ നിന്നാണ് PSG എംബാപ്പയെ ടീമിലെത്തിക്കുന്നത്. നിലവിൽ 255 ഗോളുകളുമായി ഫ്രഞ്ച് ക്ലബിന്റെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരനാണ് എംബാപ്പെ. PSG ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടമെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് താരം ക്ലബ്ബ് വിടുന്നത്. ഇത്തവണ ചാമ്പ്യൻസ് ലീഗ് സെമിയിലെത്തിയ ക്ലബ്ബ് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനോട് തോറ്റ് പുറത്തായിരുന്നു. ലോക കിരീടം ഉൾപ്പെടെ ഒട്ടുമിക്ക കിരീടങ്ങളും തന്റെ ഷോക്കേസിലെത്തിച്ച എംബാപ്പയ്ക്ക് ചാമ്പ്യൻസ് ലീഗ് നേടുക എന്നതാണ് ഇനി പ്രധാനം. റയലിനൊപ്പമായാൽ അത് എളുപ്പം സാധിക്കുമെന്നും ഈ 25-കാരൻ ചിന്തിക്കുന്നുണ്ടാകും.